ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരവിന്റെ മുഖഭാവം കണ്ട് അവളുടെ താല്പര്യമില്ലായ്മയും അവസ്ഥയും മനസ്സിലാക്കിയ ആദിയും ഇജുവും അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ വേഗം തന്നെ ഫോട്ടോ എടുപ്പ് നിർത്തിയതും ആരവിന് ആശ്വാസം തോന്നിയെങ്കിലും എന്നിട്ടും തന്നെ വിടാതെ എടുപ്പിലൂടെ കൈചിട്ട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഹിയെ കണ്ട് ആര് ദേഷ്യത്തിൽ അവന്റെ കയ്യിൽ നിന്ന് കുതറി മാറാൻ നോക്കിയെങ്കിലും കാര്യമായ ഫലമൊന്നുണ്ടായില്ല. ഇറങ്ങാൻ സമയം മാലതി ആളുകളെ കാണിക്കാനുള്ള കരച്ചിലും കരഞ്ഞു വന്നെങ്കിലും ആരവരെ ഗൗനിക്കാൻ പോയില്ല. അത് കണ്ട് മാലതിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും ആളുകളുള്ളത് കൊണ്ട് ഒരു പ്രശ്നത്തിന് അവർ പോയില്ല. ഒന്ന് യാത്ര പറയാൻ പോലും തനിക്ക് ആരുമില്ലാതെ താൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ആരുവിന് തോന്നിപ്പോയി. പെട്ടെന്നാണ് ഷാരോൺ വന്ന് ആരുവിനെ ചേർത്ത് പിടിച്ചത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എപ്പോൾ വേണേലും മടിക്കാതെ വിളിച്ച് പറയണേ മോളെ, ആരുമില്ലെന്ന തോന്നൽ വേണ്ട, നിനക്ക് ഞാനുണ്ട്. ഷാരോൺ പറഞ്ഞത് കേട്ടതും മാരോ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതേവരെയുള്ള സങ്കടമെല്ലാം പൊട്ടിക്കരച്ചിലായി തീർത്തു. ബാക്കിയുള്ള 4 ലക്ഷം ഇതിലുണ്ട്. മാഹി ജയന് ബാക്കിയുള്ള പണം നൽകിക്കൊണ്ട് പറഞ്ഞു. പണം കണ്ടെന്ന് ജയന്റെ മുഖം വിടർന്നു. അയാൾ മറ്റാരെയും കാണുന്നതിന് മുമ്പായി വേഗം അതെല്ലാം മറച്ചു പിടിച്ചു. പിന്നെ നമുക്ക് വിശദമായൊന്ന് കാണണം, എൻ്റെ ഒഴിവ് പോലെ ഞാൻ വരുന്നുണ്ട്. അയാളെ നോക്കി മീശ പിരിച്ച് അതും പറഞ്ഞു കൊടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി മുന്നോട്ട് നടന്ന മഹി കാണുന്നത് ഷാരോണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന ആര്യവിനെയാണ്. ആ കാഴ്ച കണ്ടതും മഹിയുടെ മുഖം വിരുണ്ടു. ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി മഹി അവിടെ അടുത്തേക്ക് പോയി ഒറ്റ വലിക്ക് ആര്യവിനെ ഷാരോണിന്റെ നെഞ്ചിൽ നടത്തി മാറ്റി തന്നോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ഇവനിത് കോളാക്കും. മഹി ആര്യവിനെ ബലമായി പിടിച്ച് കോർഡറി സീറ്റിലിരുത്തി ഡോറടച്ച് ഡ്രൈവിംഗ് സീറ്റിൽ പോയി ഇരുന്നതും ഇതെല്ലാം നോക്കിയിരുന്ന ആദ്യം തലയിൽ കൈ വെച്ച് ഇജുവിനോട് പറഞ്ഞു. പാവാരു, ഇവനൊരു മയത്തിലൊക്കെ പെരുമാറിയാൽ മതിയായിരുന്നു. മഹിയുടെ ജിപ്സി അകന്നു പോകുന്ന നോക്കി ഇജു പറഞ്ഞു. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. ഇനി നമ്മളോട് നിന്നിട്ട് ഒരു കാര്യമില്ല, വാ നമുക്ക് പോവാം. ആദ്യം പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് ബൈക്കിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. മഹിയുടെ വീട്ടിലേക്കാ? ഇജു ആദ്യ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങോട്ട് ഇപ്പോൾ പോയാൽ ശരിയാവില്ല, നമുക്ക് നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് പോയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ അവൻ അവിടേക്ക് വന്നോളൂ. ഇജുവിന്റെ ചോദ്യം കേട്ട് തിരുത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു. അതെ, ഒന്ന് നിന്നേ. ആദ്യം ഇജും കൂടി പോകുമ്പോഴാണ് പിന്നിന്ന് വിളി കേട്ടത്. ഇവനെന്തിനാണ് നമ്മളെ വിളിക്കുന്നത്? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആദ്യം ഇജുവും തങ്ങൾക്ക് നേരം നടന്നു വരുന്ന ഷാരോണിനെ കണ്ട് സംശയത്തിൽ ചോദിച്ചു. നിങ്ങളെ തന്നെ വിളിച്ചേ, ഒന്ന് വരാവോ, എനിക്കിതിൽ സംസാരിക്കാനുണ്ട്. ഷാരോൺ ഇരുവരോടായി ചോദിച്ചതും ആദ്യം ഇജുവും മറുത്തൊന്നും പറയാതെ ഷാരോണിന്റെ കൂടെ ആളൊഴിഞ്ഞെടുത്തേക്ക് പോയി. ഡേയ്, ഇങ്ങനെ കിടന്ന് മോങ്ങാൻ നിന്നെ കേട്ടിയവനായി ഞാൻ ചത്തിട്ടൊന്നുമില്ല. വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ആരുവിന്റെ കരച്ചിൽ സഹിക്കവയ്യാതെ ഡ്രൈവ് ചെയ്തതിനിടയിൽ മഹി ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ചത്താ ഞാൻ കരയില്ല, പകരം സന്തോഷിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് നിങ്ങളെ. നിങ്ങൾ ഇന്ന് കെട്ടിയ ഈ താലി ഉണ്ടല്ലോ, അതിന് ഞാനൊരു വിലയും നൽകുന്നില്ല, ഇനി നൽകിയില്ല. വെറും ഒരു ലോഹം മാത്രമാണ് എനിക്കിത്. ആരു മഹിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ആരു പറഞ്ഞത് കേട്ട് മഹി വണ്ടി സൈഡാക്കി ആരവിൽ നേരെ തിരിഞ്ഞു. നിനക്കിത് ലോഹോ എന്ത് തേങ്ങ വേണിലായിക്കോട്ടെ, ഇതെങ്ങനെ അഴിച്ചു കളയാനെന്ന വ്യാമോഹം വല്ലതും ഉണ്ടെങ്കിൽ പൊന്നുമുളതൊക്കെ മാറ്റിയേക്ക്. അത് താനല്ല തീരുമാനിക്കേണ്ടത്. താലി കിട്ടിയെന്ന് കരുത് എന്നെ നിങ്ങൾ ഭരിക്കാൻ വരണ്ട. ഈ കൊലക്കേരം കഴുത്തിലിട്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ആര് ദേഷ്യത്തിൽ പറഞ്ഞ് കഴുത്തിലെ താലി അഴിച്ചു മാറ്റാൻ നിന്നതും മഹി ആരുവിന്റെ വയറിൽ മുറുകെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് മറുകൈ കൊണ്ട് ആരുവിന്റെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളൊക്കെ അടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും ആരു പെട്ടെന്നുള്ള മഹിയുടെ പ്രവൃത്തിയിൽ മിഴിഞ്ഞ കണ്ണോടെ താലിയിലുള്ള പിടിവിട്ട് മഹിയുടെ പുറത്ത് അടിക്കാനും ഇടിക്കാനൊക്കെ തുടങ്ങിയതും മഹി ആരുവിന്റെ കീഴ്ചുണ്ടിലൊന്നും പല്ലുകളായി വിട്ടു. ഇനിയെങ്ങാനും നീ ഈ താലി അഴിച്ചു മാറ്റാൻ നോക്കിയാ ഇപ്പൊ തന്നിൽ ഞാൻ നിർത്തില്ല, അതോർത്തോ. മീശ വിരിച്ച് ചുണ്ടിൽ തടവി മഹി ആരുവിനെ നോക്കി താക്കിയതോടെ പറഞ്ഞതും ആര് ദേഷ്യത്തിൽ അവനെന്ന് മുഖം തിരിച്ചിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും മഹിയുടെ താറ് വലിയൊരു മതിൽക്കെട്ടിന് മുന്നിൽ വന്നു നിന്ന് ഫോണടിച്ചു. പെട്ടെന്നാണ് സ്വർണ്ണലിപിയിൽ എഴുതി വെച്ച അക്ഷരങ്ങൾ ആരു കണ്ടത്. അത് കണ്ടതും ആര് ഞെട്ടി വിശ്വാസം വരാതെ മഹിയെ നോക്കിയെങ്കിലും അവൻ ആരുവിനെ ശ്രദ്ധിക്കാതെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തതും മഹി താറുള്ളിലേക്ക് എടുത്തു. മഹിയുടെ താറ് വേഗത്തിൽ പോർച്ചിൽ വന്ന് നിർത്തിയതും അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒന്നും അറിയാതെ ആരും അപ്പോഴും ഞെട്ടിലോണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം പുറത്തു പോകാൻ റെഡിയായി ഇറങ്ങി വന്ന സൂര്യൻ ഈ നേരത്ത് മഹിയുടെ താറ് വരുന്നത് കണ്ട് അന്തിച്ചു നിന്നു. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹി ചിലപ്പോൾ പാതിരാത്രിയൊക്കെ അത് മൂക്കൊറ്റം കുടിച്ച് 4 കാലിൽ ചില രാത്രി വീട്ടിൽ വരാതെ കൂട്ടുകാരോടൊപ്പം കൂടും.
വാഹനത്തിന്റെ ശബ്ദം കേട്ട് പൂമുഖത്തേക്ക് വന്ന ഇന്ദുവും താറിൽ നിന്നിറങ്ങുന്ന മഹിയെ കണ്ട് അതിശയിച്ചു പോയി. ഡേയ്, ഇനി ഞാൻ തന്നെ പിടിച്ച് ഇറക്കണോ? പൂമുഖത്ത് നിൽക്കുന്നവരെ മൈൻഡാക്കാതെ മഹി ആരിയിരിക്കുന്ന ഭാഗത്തേക്ക് പോയി ഡോറ് തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുന്ന അവൾക്ക് നേരെ ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. മഹിയുടെ ശബ്ദം കേട്ടതും ആരവനും ദേഷ്യത്തിൽ നോക്കി വണ്ടിയിൽ നിന്നിറങ്ങിയതും മഹി വീട്ടിലേക്ക് നടന്നതും ഒന്നും മടിച്ചാണെങ്കിലും ആരും അവന് പിറകെ പോയി. തൻ്റെ മുന്നിലുള്ള വലിയ തറവാട് കണ്ട് ആരും അതിശയം തോന്നി. മഹി ഇത്രയും വലിയൊരു കുടുംബത്തിൽ അംഗമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. മഹിയുടെ വണ്ടിയിൽ നിന്നും വിവാഹവേഷത്തിൽ ഇറങ്ങി വരുന്ന ആര്യവനെ കണ്ട് സൂര്യനും ഇന്ദുവും സംശയത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മഹി, ഏതാ ഈ പെൺകുട്ടി? പടി കയറാൻ ഒരുങ്ങിയ മഹിയെ തടഞ്ഞുകൊണ്ട് സൂര്യൻ ചോദിച്ചു. ഇതെന്റെ ഭാര്യ. മഹി സൂര്യയുടെ ചോദ്യം കേട്ട് പേടിച്ചു നിൽക്കുന്ന ആര്യവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു. എന്ത് തോന്നിയ മഹി നീ പറയുന്നത്? മഹി പറഞ്ഞത് കേട്ട് സൂര്യൻ ദേഷ്യത്തിൽ ചോദിച്ചു. കല്യാണം കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ? സൂര്യൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹിയും ദേഷ്യത്തിൽ ചോദിച്ചു. മഹി പറഞ്ഞതിനോട് സൂര്യ ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും ഇന്ദു അയാളുടെ കയ്യിൽ പിടിച്ച് വേണ്ടെന്ന് തലയാട്ടിയതും സൂര്യ പിന്നൊന്നും പറഞ്ഞില്ല. ആര്യവനാണെങ്കിൽ ഇവിടെയുള്ളവർ ഇനി തന്നോട് എങ്ങനെ പെരുമാറുന്ന ആലോചിച്ച് വല്ലാത്ത ടെൻഷൻ തോന്നി. അതിൻ്റെ ഇടയിൽ മഹിയുടെയും സൂര്യയുടെയും സംസാരം കൂടി ആയതും അവളുടെ ഉള്ളിൽ പേടി കൂടി. ഈ കുട്ടി ഏതാണ് മഹി? ആര്യവനെ നോക്കിക്കൊണ്ട് സൂര്യൻ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇവളെന്റെ ഭാര്യയാണ്. കണ്ടവന്മാരോടൊന്ന് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. സൂര്യന്റെ മുഖത്ത് നോക്കി മഹി കെറുവോടെ പറഞ്ഞ് ആര്യവനെ കൈ ബലമായി പിടിച്ച് മുന്നോട്ട് നടന്നു. മഹിക്കുട്ട, നിൽക്ക്. അതുവരെ വാതിലിന്റെ അടുത്ത് അവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന സീത മഹി ആര്യവനെയും കൂട്ടി പടി കയറാൻ ഒരുങ്ങുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അതും പറഞ്ഞ് വേഗം മുറിലേക്ക് പോയിരുന്നു. ആര് പേടിയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി പേടിയോടെ മുഖമുയർത്തി സൂര്യയെ നോക്കി. കണ്ടാൽ 50 വയസ്സിൻ്റെ അടുത്ത് പ്രായം വരുന്ന ആരോഗ്യതരനായ ഒരു മനുഷ്യൻ. അയാൾക്ക് മഹിയുടെ നല്ല മുഖച്ഛായുണ്ട് ആര്യവന് തോന്നി. മഹിയും സൂര്യയും തമ്മിലുള്ള സംസാരം കേട്ടതും ഇനി അവർ തമ്മിൽ അച്ഛനും മകനുമാണെന്ന സംശയവും ആര്യവന് തോന്നി. സൂര്യന്റെ നോട്ടം തന്നിലെത്തിയതും ആര് വേഗം മുഖം മുനിച്ച് മഹിയുടെ പിന്നിലായി അവൻ്റെ മറവ് പറ്റി നിന്നതും മഹി അവളെ പിടിച്ചു വലിച്ച് തൻ്റെ അടുത്തായി നിർത്തി അവളെ ചേർത്ത് പിടിച്ചു. എന്തോ ഈ പ്രാവശ്യം ആരവന്റെ കൈകളിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചില്ല. അപ്പോഴേക്കും തിരിയിട്ട് കത്തിച്ച് നിലവിളക്കുമായി സീത അങ്ങോട്ട് വന്നിരുന്നു. ഇത് വാങ്ങി കയറി വാ മോളെ. ആര്യവിന്റെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്ത് കുഞ്ഞൊരു ചിരിയോട് ആര്യവിനോട് അതും പറഞ്ഞ് അവരൊരരികിലേക്ക് മാറി നിന്നു. ആര്യ സൂര്യയെ നോക്കി. ആ മുഖത്ത് നിറയെ വിഷമമാണ്. പെട്ടെന്നാണ് ആര്യവിന്റെ മിഴികൾ സൂര്യയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന സ്ത്രീയിലെത്തിയത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മുഖത്ത് സങ്കടത്തേക്കാൾ നിരാശയാണ് പ്രതിഫലിക്കുന്നതെന്ന് ആര്യവിന് തോന്നി. ഡേയ്, എന്നോടുള്ള ദേഷ്യത്തിൽ നീ എങ്ങാനും ഇടതുകാലിൽ വെച്ച് കയറിയാലുണ്ടല്ലോ, എന്റെ കയ്യെന്ന് മേടിച്ചു കൂട്ടും നീ. മാഹി പതിയെ ശബ്ദം താഴ്ത്തി ആര്യവിന്റെ ചെവിയിൽ പറഞ്ഞു. അവൻ പറഞ്ഞത് കൂടി കേട്ടതും എല്ലാം കൂടിയായി ആര്യവിന്റെ കയ്യിലെ വിളക്ക് കൊണ്ട് അവന്റെ തല കടിച്ച് പൊട്ടിക്കാൻ തോന്നിയെങ്കിലും ആത്മസംയമനം വീണ്ടെടുത്ത് മഹിയെ ഒന്ന് രൂക്ഷമായി നോക്കി ആര് പതിയെ വലതുകാലിൽ വെച്ച് കയറി. സ്വന്തം മോന്റെ വിവാഹം പോലും കാണാൻ ഭാഗ്യം കിട്ടിയില്ല അല്ലേ ഇന്ദു? അവൻ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്ത് തെറ്റാ അവനോട് നമ്മൾ ചെയ്തത്? സൂര്യ അവർ പോകുന്നത് നോക്കി നിറഞ്ഞ കണ്ണുകളോട് ഇന്ദുവിനോട് പറഞ്ഞതും അവരൊന്നും പറയാതെ നേരിയതിന്റെ തുമ്പ് കൊണ്ട് നിറഞ്ഞ കണ്ണുകളൊപ്പി. താല്പര്യമില്ലെങ്കിലും ആര് സീത പറഞ്ഞു കൊടുത്ത പോലെ പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് മടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് ശരിക്കും ഇനി എന്താ പറയണ്ടേ ചെയ്യേണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ആ ഒരു വലിയ വീട്ടിൽ അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. മോള് മുകളിലേക്ക് ചെല്ല്, മഹിമ മുറി കാണിച്ചു തരും. മഹിക്കുട്ട, മോളെയും കൊണ്ടുപോ. സീത ആര്യവനോടായി പറഞ്ഞ് പടികൾ കയറി പോകുന്ന മഹിയെ നോക്കി വിളിച്ച് പറഞ്ഞതും മഹി നടത്തി നിർത്തി. ആര്യവന് അവന്റെ കൂടെ പോകാൻ താല്പര്യമില്ലെങ്കിലും സീത നിർബന്ധിച്ചതും മടിച്ച് അവന്റെ പിറകെ പോയി. ആര്യവന് തന്റെ അവസ്ഥ ഒരു സങ്കടം വന്നെങ്കിലും ഇതിനെല്ലാം കാരണമായ മഹിയെ കാണുന്തോറും അവളുടെ ഉള്ളിൽ അവനോടുള്ള വെറുപ്പും ദേഷ്യവും അതിന് മടങ്ങായി വർദ്ധിച്ചു. മഹിയുടെ പിറകിലായി പോകുന്ന ആര്യവനെ നോക്കി തിരിഞ്ഞ സീത കാണുന്നത് ഇരുവരെയും നിറഞ്ഞ കണ്ണോടെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെയാണ്. സൂര്യേട്ടൻ പോയോ ഇന്ദു? അവരെ നോക്കി സീത ചോദിച്ചു. പോയി ചേച്ചി, മഹിമോൻ ഇപ്പൊ ചെയ്ത പ്രവൃത്തി ഏട്ടന് നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട്. നേരിയതിന്റെ തുമ്പ് കൊണ്ടും മിഴികളൊപ്പി ഇന്ദു സീതയോട് പറഞ്ഞു. അവൻ എങ്ങനെയൊക്കെ നടന്നാലും ഏട്ടൻ അവനെ ജീവനാണ്. എല്ലാം ഞാൻ കാരണമാണല്ലോ നോക്കുമ്പോഴാണ് ചേച്ചി എനിക്ക് സങ്കടം. എന്റെ ഇന്ദു, നീ ഇനി അതോത്ത് വിഷമിക്കണ്ട. മഹിമോന്റെ സ്വഭാവം നിനക്കറിയാലോ.
വെട്ടൊന്നും മുറിയിട്ടുണ്ട്. അതവൻ്റെ പ്രകൃതം. എല്ലാം എന്തെങ്കിലും ശരിയാക്കുമായിരിക്കും. അവരെന്തോ ഓർത്തൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ചേച്ചി ആ കുട്ടിയോട് സംസാരിച്ചോ? മഹിമോൻ ആ കുട്ടിയെ സ്നേഹിച്ച് കിട്ടിയതാണോ? അതിൻ്റെ മുഖത്തെ സങ്കടമൊക്കെ കണ്ടപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. വീട്ടുകാരൊക്കെ വിട്ടുപിരിഞ്ഞ് സങ്കടമായിരിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കാം. അത് പറഞ്ഞ് സീത കിച്ചണിലേക്ക് പോയതും മുഖമൊന്ന് അമർത്തി തുടച്ച് ഇന്ദുവും അവരുടെ പിറകെ പോയി.